ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വയ്യേ. ഇതിലിപ്പോൾ കരണ്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം രാവിലെ എണീറ്റിട്ടാണ് ഉള്ളത്, ബിക്കോസ് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട് at 11. അപ്പം നമ്മളിന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സോ പയ്യനെയും എല്ലാവരെയും എണ്ണിപ്പിച്ചുകൊണ്ട് വരണം. അത് നല്ല കാട്ടുറക്കമാണ് പയ്യനി. അവൾക്ക് ഇങ്ങനെ അവളെ പേടിപ്പിച്ച് വിളിപ്പിക്കുന്ന ഇഷ്ടമല്ല. സോ നമുക്ക് പയ്യെ വിളിപ്പിക്കാം. ഗൈസ്, ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെറ്റായി കിടന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അലാറം വെച്ചു. നമ്മൾ എണീറ്റോ ഇല്ല. നമ്മൾ പ്ലാൻ ചെയ്ത 8 മണിക്ക് എണീക്കാനാണ്. ബട്ട് നമ്മൾ 10:45 അലാറം മാത്രമേ കേട്ടുള്ളൂ. 11 നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ ക്ലാസ്സിന് കയറി. സോ നമ്മൾ രണ്ടും എണീറ്റിരിപ്പുണ്ട്. അവൾമാർ ഉറങ്ങാണ്. നമുക്ക് അവരെ പോയി വിളിക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ട കുറച്ച് മുന്നേ ഉള്ള സാധനങ്ങൾ തികച്ചും സാങ്കല്പികമാണ്. ഈ റെഡ് റൂം കണ്ട ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കേർട്ടന്ന് റെഡ് ലൈറ്റ് വന്ന് വീഴുന്നതാണ്. ഓക്കെ ഓക്കെ. ഹേസൽ ഇവിടെ ഫുഡ് വരുന്നതാണ്. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. ഇവിടെ സുമിമോൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ട്. ഇതാണ് നമ്മുടെ ഗോത്രത്തെ വീട്ടിലെ ബാൽക്കണി വ്യൂ. ഗൈസ്, ഇന്നലെ വരെ മഴയായിരുന്നു. ഇന്ന് നല്ല കാട്ട് വെയിലാണ്. പ്രകൃതിയുടെ വിളയാട്ടം. ഇറ്റ്സ് ക്വൈറ്റ്. അതൊന്നും അവിടെ നിന്ന് ഒരു പുക. നല്ല ക്ലൈമറ്റ് എന്തോ അവിടെ ഒരു തീ പിടിക്കുന്നു. ഗൈസ്, അത് ഞങ്ങളുടെ ഇവിടുത്തെ അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്യും. അതെ, നമ്മുടെ വീട്ടിലെ മഴക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആക്ച്വലി മെട്രോ ആണ്. പക്ഷെ ഇപ്പം മെട്രോ പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം, മെട്രോ വരുമോ? അതാണ് നമ്മുടെ ചോദ്യം. മോർണിംഗ് ആക്രമണങ്ങൾ, ക്യൂട്ട്നെസ് ഓവർലോഡ്. അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ അച്ചാറ് കഴിക്കുക. ഇല്ലില്ല, ഞാൻ കാണിച്ചു തന്നെ. ആരും വഴക്ക് പറയല്ലേ. നമ്മള് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കും. നമുക്കിവിടെ എന്താ ഉള്ളത്? ഫുഡ് നേക്കുമ്പോ ഓടി വരും. നമുക്ക് മുട്ടയുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്ത്, പിന്നെ കുറച്ച് റൈസ് ഐറ്റംസ് ഉണ്ട്. എനിക്ക് അതിന്റെ മഷ്റൂം കറി ഉണ്ട്. ബിക്കോസ് ഹെലൻ നോമ്പ് എടുക്കുകയാണ്. ബിക്കോസ് ഹെലൻ ഈസ്റ്റർ നോമ്പ് എടുക്കുകയാണ്. അതുകൊണ്ട് ഹെലന് നമ്മൾ മഷ്റൂം കറി ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇത് ചൂടാക്കണം. അപ്പൊ നമ്മള് ഫുഡ് ചൂടാക്കാം. ഇവർ കാണിക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ശരി. തണുപ്പത്ത് എണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അത് ചൂടാക്കുകയാണ്. ഇന്ന് ശ്രീകുട്ടി കുളിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുന്നു. അപ്പം ഞാനും ഹേസലും ഇപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹേസൽ ഒരു നേച്ചർ ലവറാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കാൻ കാഴ്ചകൾ. ഗൈസ്, അപ്പം എനിക്കും സുമിക്ക് ശ്രീകുട്ടിക്കും ഇപ്പം അവർക്ക് വെക്കേഷനാണ്. സോ അവർ വെറുതെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ സമയം തീർക്കുന്നു. എനിക്കും അതുകൊണ്ടാണെങ്കിൽ ലാസ്റ്റ് ടൈം വേണ്ട ഒരു വെക്കേഷനും കിട്ടിയിട്ടില്ല. സോ
സോ നമുക്ക് കുറച്ച് ഹെക്റ്റിക് ആണ്. സൺഡേസും ക്ലാസ് ഉണ്ട്. സോ ഇന്ന് രാവിലത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയുണ്ട്. സോ ലെറ്റ്സ് സീ. ജെറി എണ്ണീറ്റിരിക്കുന്ന അങ്ങനെ. മോർണിംഗ് ജെറി. അപ്പോൾ സുമിക്ക് നോമ്പാണ്. സോ അവൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് ഇപ്പം ഞങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അവള് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. സോ നമ്മുടെ ഫുഡ് നമ്മൾ ചൂടാക്കി. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എല്ലാം നോമ്പ് സ്പെഷ്യൽ മഷ്റൂം കറിയാണ്. വാട്ട് ഡു യു സേ? വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഏത് പടമായത്? നമ്മളൊരു ക്ലാസിക് പടം കണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബ്രഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ എന്താ? ഫേസ് മാസ്ക്. അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാം. സോ ഗൈസ്, ഇത് വീട്ടിൽ നിന്ന് അമ്മ പൊടിച്ചു തന്ന പൊടിയാണ് ഫേഷ്യൽ മാസ്കിന്. അപ്പോൾ നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബേസിനുണ്ട്, അങ്ങനെ കുറേ ഔഷധങ്ങളുണ്ട്, മഞ്ഞളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇത്ര ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് പാൽ അല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്യണം. സോ വി ആർ യൂസിങ് N1-ന്റെ മച്ചണിയാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് തൈര്. നമ്മൾ മിക്സ് ചെയ്യും. ഹേസിൽ ഇസ് വെരി കൺഫ്യൂസ്ഡ്. ഇവിടെ എന്താ നടക്കുന്നത്? ഗൈസ്, അപ്പം കണ്ടില്ലേ, ഞങ്ങളിനി ഇത് കഴിഞ്ഞ ഒരു ഭയങ്കര മേക്ക് ഓവർ ആയിരിക്കും. സ്റ്റേ ട്യൂൺ. നിങ്ങളും ഉപയോഗിക്കൂ ഈ ഫേസ് പാക്ക്. ലിങ്കിൽ കൊടുക്കും താഴെ. ബൈ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ചിരിക്കാൻ പാടില്ല. നമ്മൾ ഹേസലിന്റെ തൈര് കൊടുക്കും. പ്രോബയോട്ടിക്സ് ഉണ്ടെന്നാണ് പറയാറ്, അറിയത്തില്ല. Yes, it is true. കൊടുക്കുന്നത് നല്ലതെന്നൊക്കെ. She loves thyme. She loves everything. അവളുടെ അമ്മയെ കാണിക്കൂ. അമ്മ ഭയങ്കര സുന്ദരിയാണ്, സന്തോർമ്മയാണ്. അപ്പൊ ഞങ്ങള് രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെ പോവാ? ആപ്പിള് കഴിക്കും. കൃഷ്ണയുടെ വീട്ടിൽ. ഇനി നമ്മള് കൃഷ്ണയുടെ വീട്ടിൽ പോവാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി ബ്ലോക്ക്. ആരും ശ്രദ്ധിക്കുന്നുണ്ടോ ഞങ്ങളുടെ ഫേസിലുള്ള ഒരു ഗ്ലോ ആഫ്റ്റർ ദാറ്റ് ഫേസ് മാസ്ക്? നമ്മൾ ഹേസലിനെ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഹേസൽ ഹാപ്പിൾ നമുക്ക് ഡ്രോൺ ഷോട്ടിലോട്ട് പോവാം. ഗൈസ്, ഹെലന്റെ വണ്ടിയിലാണ് നമ്മളിന്ന് പോവാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. വലിയ കീക്കി അടിച്ചാലോ? വാ, പെട്ടെന്ന് എടുക്ക, നമുക്ക് പോവാനുള്ളതാ. നല്ല കാറ്റുണ്ട്. ഞങ്ങളിപ്പം മെട്രോയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മെട്രോ വരാനിരിക്കും. ഹായ്, ഇത് ഞങ്ങളുടെ ജോർജിയൻ ഫ്രണ്ട്സ് ആണ്. നല്ല കാറ്റ്. ഇതാണ് ബിൽഡിംഗ്. ഇത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ മേലോട്ട് അത് കറങ്ങുന്ന കൂടി ഓട്ടോമാറ്റിക്കലി. കാറ്റടിച്ചിട്ട് അതികഠിനമായ കാറ്റാണ്.
കൃഷ്ണയുടെ ലിഫ്റ്റ് ഞങ്ങൾ കേറി. കൃഷ്ണ ഇങ്ങോട്ട് നോക്കി ഹായ് പറയൂ. ഈ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോമനെ എടി കള്ളി നോവ നോവ അല്ലടി അത് മലബാറി എന്താ എനിക്ക് അറിയാം. എടി എലൈഞ്ചി ആണോ? അല്ലേ? എവിടെ പോവാ ബെനീറ്റ? ബൈ ബെനീറ്റ. ഞാനും കുറച്ച് മോളെ എനിക്ക് തരൂ പ്ലീസ്. ഇച്ചിരി പായസം. ഇത് കാണിക്കട്ടെ കഴിക്കുന്നത്. അവളും പ്ലേറ്റ് അടിപൊളി. കയ്യെടുത്ത് ചാടി ഞാൻ തിന്നു. നീ എടുത്ത് തിരിച്ചു കൈയൊക്കെ പിടിച്ചു വെച്ച് തിന്നു. ഇച്ചിരി കംഫർട്ടബിൾ ആയിക്കോട്ടെ ഞാൻ. അതിന് മുമ്പ് കഴിച്ചിട്ട് സൂപ്പർ സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞങ്ങളുടെ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.